ഇന്ന് അന്താരാഷ്ട്ര നായ ദിനം. ഇന്ന് നമുക്കറിയാം എല്ലാ തെരുവുകളിലും അതുപോലെ റോഡുകളിലും ഈ തെരുവ് നായ ശല്യം വർദ്ധിച്ചതുകൊണ്ട് പല ആൾക്കാരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എതിരെ പല കോടതിയിലും പല കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടരെ തെരുവ് നായ്ക്കളെല്ലാം കൊന്നൊടുക്കണമെന്നും മറ്റൊരു കൂട്ടരെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണമെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഈ പറയുന്നവർ ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും തയ്യാറില്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമം നടപ്പിലാക്കിയത്, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, അതുപോലെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം. അവർ എന്തെങ്കിലും ഒരു ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു തുക വകയിരുത്തിയോ ഈ പ്രവർത്തിക്ക് വേണ്ടിയിട്ട്? ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അനാസ്ഥ തന്നെ കിടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. അവർ ഒന്നും ബഡ്ജറ്റിൽ തുക വിലയിരുത്തുകയോ അവർ ഒന്നും ചെയ്യുന്നതില്ല. ഈ നിയമം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഈ സംരക്ഷണവും അതിനോടുള്ള അനുബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അവരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇതൊരു പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ നടപ്പിലാക്കേണ്ട പരിപാടി തന്നെയാണ്. അതുപോലെ നമുക്കറിയാം, ഈ മലയോര മേഖലകളിലെല്ലാം ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആനകളാവട്ടെ പുലികളാവട്ടെ വാസസ്ഥലങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാടുകളിൽ ഇവരുടെ ജനസംഖ്യ വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ജനസംഖ്യ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇന്ന് ആ കാടിനില്ല എന്നതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് അവർ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഇടത്തിലേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ ഇത്തരം ജീവികൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ കാടിൽ നിന്ന് മൃഗങ്ങൾക്ക് കയറി വരുന്നത് തടയാനായി സംരക്ഷണ ഭിത്തി കെട്ടേണ്ടതുണ്ട്. ഇതൊന്നും സംസ്ഥാന സർക്കാരുകൾക്കോ പഞ്ചായത്തുകൾക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇത് നടപ്പിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇതിനായി വലിയൊരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനും അതിൻ്റെ വന്ധീകരണത്തിനായുള്ള പദ്ധതികൾക്കായി മൃഗസംരക്ഷണ വകുപ്പിൽ അതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവർ നിയമം നടപ്പിലാക്കി രണ്ട് കൈയും കെട്ടി നിൽക്കുകയാണ്. ജനങ്ങളാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിനൊന്നും സാധിക്കില്ല. അതായത് നിയമം നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരല്ല. അപ്പോൾ ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത തരത്തിൽ എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുമെന്നോ, അതുപോലെ ഈ തെരുവ് നായ്ക്കളെയും അതുപോലെ വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്ന് ഇതുവരെയായിട്ടും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. അവർ നിയമം നടപ്പിലാക്കി എന്നല്ലാതെ വേറെ അനുബന്ധമായിട്ടുള്ള യാതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ റോഡുകളിലും മറ്റും മനുഷ്യർ, അതായത് കുട്ടികൾ, വൃദ്ധന്മാർ, സ്ത്രീകൾ, ഇവരൊക്കെ ആക്രമണത്തിന് ഇരയാവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വലിയൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ വിജിലൻ്റായി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കണം. ഇപ്പോൾ നമ്മുടെ മനുഷ്യരെക്കാളും നല്ലൊരു വിശ്വസ്തതയുള്ള ജീവി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായ്ക്കളാണ്. നായ്ക്കൾ ഉടമസ്ഥനെ വളരെ പ്രിയപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുന്നു. അതിന് ഭക്ഷണം കൊടുക്കുന്ന ആ ഉടമസ്ഥനെ ഒരിക്കലും മറക്കില്ല എന്നുള്ളൊരു വസ്തുത കൂടി ഈ നായ്ക്കൾക്കുണ്ട്.
അപ്പോൾ ഈ പല വീടുകളിൽ നിന്നും ഈ കുട്ടികളുണ്ടാകുമ്പോൾ, പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് സൂത്രത്തിൽ തള്ളുമ്പോഴാണ് തെരുവ് നായ്ക്കൾ എന്ന പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ പലരും പട്ടികളെ വളർത്തും. അപ്പോൾ അതിൽ കുട്ടികളോ വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാതെ അതിനെ ഈ തെരുവിൽ തള്ളുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വീടുകളിലൊക്കെ വളർത്തുന്ന പട്ടികൾ, നായ്ക്കൾ, ഈ പട്ടികൾക്കുണ്ടാകുന്ന കുട്ടികളിനെ തെരുവിൽ തള്ളാതെ അതിനെ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം വിവിധ മൃഗ സംരക്ഷണ വകുപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ കൂടുതലുണ്ടായി കഴിഞ്ഞാൽ അത് ഈ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടെ വളർത്താവുന്ന സംവിധാനം. അതേപോലെ നല്ല കുട്ടികളെ ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് വളർത്താനായിട്ട് വിട്ടു കൊടുക്കുന്ന സംവിധാനം. ഇത്തരം ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ തെരുവ് നായ്ക്കളെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ വന്ധീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതിനെ ABC നടപ്പിലാക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു തയ്യാറെടുപ്പോ ഒരു മണ്ണാങ്കട്ടയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കേന്ദ്ര സർക്കാർ ഇതിൽ വലിയ ഒരു ചർച്ച നടത്തേണ്ടത് അത്യാവശ്യമാണ്.